ഹായ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചാള മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് മുളകിട്ട് ചാള മീൻ കറി തേങ്ങയൊന്നും ഇടാതെ എങ്ങനെ വയ്ക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് കുരുമുളകും ഉലുവയും ഇടുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ഉലുവയുമാണ് ഇട്ടിട്ടുള്ളത്. അത് നല്ല രീതിയിൽ വറുത്തതിന് ശേഷം ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയുമാണ് ഇടുന്നത്. കാരണം ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ എരിവില്ലാത്തതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എടുക്കാൻ. പക്ഷേ എൻ്റെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണുള്ളത്. അതുകൊണ്ട് ഇവിടെ കുട്ടികൾക്ക് എരിവത്ര നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഇഷ്ടമൊക്കെ അങ്ങ് കുറഞ്ഞു വരത്തില്ലേ. അപ്പം അവർക്ക് എരിവില്ലാത്തത് കൊണ്ട് ഇപ്പം ഞാനും അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിക്കുവാണ്. അങ്ങനെ അല്ലെങ്കിൽ വേറെ വയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ 2 പച്ചമുളകൊക്കെ ഇട്ട് ആ ഒരു എരിവ് ബാലൻസ് ചെയ്താണ് വയ്ക്കുന്നത്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള എരിവുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് പുളി. ഇത് ഒന്ന് മിക്സിയിൽ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. അരച്ച് മാറ്റി വയ്ക്കുക. ശേഷം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ഞാനിവിടെ പകുതി സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 തക്കാളി, 3 പച്ചമുളക് എന്നിവ ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ അരച്ച് വച്ചേക്കുന്ന ആ കൂട്ട് ഇതിലോട്ട് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ച് ആദ്യം ഈ കൂട്ടൊഴിച്ചതിന് ശേഷം ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. പച്ചമണം കാണത്തില്ല, നമ്മൾ വറുത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രശ്നമല്ല. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വച്ചേക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കുക. നല്ല തിളച്ച് വരും. പിന്നെ കറിവേപ്പില മസ്റ്റാണ്. കറിവേപ്പില ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായിട്ട്, എനിക്ക് വറ്റിച്ചെടുക്കുന്നതാണ് ഇഷ്ടം, അതാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്ക്. സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സുഖമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ബൈ.